ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ആൾമോസ്റ്റ് ഒരു മാസം കഴിഞ്ഞു ലാസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഡിജിടെക്കിൻ്റെ ഒരു ബൈ കളർ കണ്ടിന്യൂസ് LED ലൈറ്റുമായിട്ടാണ്. യൂട്യൂബേഴ്സ്, അതേപോലെ തന്നെ ഫോട്ടോഗ്രാഫേഴ്സ്, വീഡിയോ എടുക്കുന്ന ആൾക്കാർക്കൊക്കെ വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ബൈ കളർ കണ്ടിന്യൂസ് LED ലൈറ്റാണിത് വിത്ത് ബോവൻസ് മൗണ്ട്. അപ്പോൾ നമുക്ക് ഇതെന്താണെന്നും ഈ പ്രൊഡക്റ്റ് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതൊക്കെ കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്ത് ഇതിനകത്ത് എന്തൊക്കെയുള്ളതെന്ന് നോക്കി നോക്കാം. ഫസ്റ്റ് ഏറ്റവും മുകളിൽ തന്നെ ഇതിൻ്റെ റിമോട്ട് കൺട്രോള് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ ഇതിൻ്റെ പവർ കോഡാണ് വരുന്നത്. അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ട് തന്നെയുള്ള ഒരു പവർ കോഡാണ്. അത് റാപ്പ് ചെയ്ത് ഒരു ഇതൊക്കെ ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു കമ്പ്യൂട്ടറിൻ്റെയൊക്കെ ബാക്കിൽ കുത്തുന്ന പവർ സപ്ലൈയിലൊക്കെ കുത്തുന്ന പോലത്തെ ഒരു എൻഡും, പിന്നെ നോർമൽ നമ്മുടെ പ്ലഗ് പോയിന്റിൽ കുത്തുന്ന എൻഡുമാണ് വരുന്നത്. അതിനെ നമുക്ക് മാറ്റി വയ്ക്കാം. നെക്സ്റ്റ് നമ്മുടെ ലൈറ്റ് തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, പിന്നെ ഇതിനകത്ത് ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻ മാനുവലും വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു റിഫ്ലക്ടറാണ്. ദെൻ ഇതാണ് നമ്മുടെ LED ലൈറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ LED ലൈറ്റ് വരുന്നത്. ബോവൻസ് മൗണ്ടാണ് ഫ്രണ്ടിൽ വരുന്നത്. അതിനൊരു കവർ വരുന്നുണ്ട്. നമ്മുടെ LED പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കവർ വരുന്നുണ്ട്. നമ്മുടെ ബോവൻസ് മൗണ്ട് ആയിട്ടുള്ള സോഫ്റ്റ് ബോക്സ്, അതേപോലെ തന്നെ ഇതുപോലത്തെ റിഫ്ലക്ടറൊക്കെ ഈ കവർ മാറ്റിയതിന് ശേഷം നമ്മൾ ഇതിലാണ് ഫിറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ബാക്കിൽ ഒരു ഡിസ്പ്ലേ വരുന്നുണ്ട്, ഒരു പവർ സ്വിച്ച് വരുന്നുണ്ട്, അതേപോലെ തന്നെ റോട്ടറി സ്വിച്ചും വരുന്നുണ്ട് ഇതിൻ്റെ പവർ, അതേപോലെ തന്നെ ലൈറ്റ് ടെമ്പറേച്ചറൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ. ദെൻ ഇവിടെ ആയിട്ടാണ് നമ്മുടെ പവർ കോഡ് കണക്ട് ചെയ്യേണ്ടത്. ഇതിനകത്ത് നമ്മുടെ LED ഒരു ഹീറ്റ് സിങ്കിലാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് അതിൻ്റെ ബാക്കിലൊരു കൂളിങ്ങിനായിട്ടൊരു ഫാനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ LED വരുന്നത്. അതിന് നമുക്കിത് കണക്ട് ചെയ്തിട്ട് നോക്കി നോക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പവർ കണക്ട് ചെയ്യാൻ പോവുകയാണ്. ആൻഡ് സ്വിച്ച് ഓൺ ചെയ്യുകയാണ്. അപ്പോൾ ഇതിൽ ഇനീഷ്യലി തന്നെ 50% പവറിലാണ് കിടക്കുന്നത്. അത് നമ്മൾ ഡയൽ തിരിക്കുന്നതനുസരിച്ചിട്ട് പവർ കൂടുന്നുണ്ട്. അതേപോലെ തന്നെ LED ബ്രൈറ്റ്നസ്സും അവിടെ കൂടുന്നുണ്ട്. ഇപ്പോൾ 100% ആയി. കുറച്ച് വെച്ച് കഴിഞ്ഞാൽ കുറയുകയും ചെയ്യും. ദെൻ ഒന്ന് ഇതിനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കളർ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത് വരുന്നുണ്ട്. 2700 കെൽവിൻ ആണ് ഏറ്റവും മിനിമം വരുന്നത്. അത് നല്ല വാം ടോൺ ആയതുകൊണ്ട്. പിന്നെ നമ്മൾ ഇങ്ങനെ തിരിക്കുന്നതനുസരിച്ചിട്ട് ഇൻക്രീസ് ആയി 6500 കെൽവിനാണ് ഇതിൻ്റെ കൂൾ ടെമ്പറേച്ചറിൻ്റെ മാക്സിമം ഇത് വരുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം ഈ ഒരു റേഞ്ചിൽ എത്ര കളർ ടെമ്പറേച്ചർ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇടാവുന്നതാണ്. ആൻഡ് ഇതിൻ്റെ റിമോട്ട് കൺട്രോൾ വരുന്നുണ്ട്, ഓൺ ഓഫ്. അതേപോലെ തന്നെ നമ്മുടെ പവർ അഡ്ജസ്റ്റ് ചെയ്യാൻ, കളർ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ, അതേപോലെ തന്നെ ഇതിൽ എഫക്ട്സ് വരുന്നുണ്ട്. അതായത് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നതും അങ്ങനത്തെ 4 എഫക്ട്സ് വരുന്നുണ്ട്. അതിനുള്ള ഒരു ബട്ടൺ വരുന്നുണ്ട്. ദെൻ 25%, 50%, 100% ഇതിൻ്റെ ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള 4 ക്യുക്ക് ബട്ടൺസും കൊടുത്തിട്ടുണ്ട്. ഇത് ഫാക്ടറിയിൽ നിന്ന് വരുന്ന സമയത്ത് ഇതിനകത്ത് ബാറ്ററി വരുന്നില്ല. അപ്പോൾ നമുക്ക് ഇതിൽ ബാറ്ററി ഇട്ടിട്ട് വേണം റിമോട്ട് യൂസ് ചെയ്യാൻ. AAA സൈസ് ബാറ്ററിയാണ് വരുന്നത്. അപ്പോൾ നമുക്കിനി ബാറ്ററി ഇട്ടിട്ട് നോക്കി നോക്കാം റിമോട്ടിൻ്റെ ഫങ്ഷൻസ്. അപ്പോൾ നമ്മളിതിനകത്ത് ബാറ്ററി കിട്ടും. ഇനി റിമോട്ട് യൂസ് ചെയ്തിട്ട് നമുക്കിതിനെ ഒന്ന് പ്രവർത്തിപ്പിച്ച് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഇതിനെ നമുക്ക് ഓൺ ചെയ്യാം. ഓക്കെ, ഓണായി. 25%ലാണ് ഓണായിരിക്കുന്നത്. ഇതിവിടെ നമുക്ക് ഡിസ്പ്ലേയിൽ കാണാം. നെക്സ്റ്റ് റിമോട്ട് ഉപയോഗിച്ചിട്ട് ഞാൻ 50% ആക്കുന്നുണ്ട്. അപ്പോൾ അത് അതിൽ കാണാൻ പറ്റും നിങ്ങൾക്ക് അവിടെ മാറുന്നത്. ദെൻ 100% ആക്കി. ഇനി നമുക്ക് കളർ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്ത് നോക്കാം റിമോട്ടിൽ കൂടെ. അത് നമുക്ക് കൂൾ ടോണും അതേപോലെ തന്നെ വാം ടോണും നമുക്ക് റിമോട്ടിൽ കൂടെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ദെൻ ഇതിൻ്റെ എഫക്ട്സ് അഡ്ജസ്റ്റ് ചെയ്യാം. അതിന് എഫക്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്.
ഇത് ബ്ലിങ്കിങ് എഫക്ട്സ്, അതേപോലെ തന്നെ ഒരു സ്ട്രോബ് പോലത്തെ ഒരു എഫക്റ്റ് വരുന്നുണ്ട്. അങ്ങനെ മാറി മാറിയിട്ടുള്ള എഫക്ട്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും നമ്മൾ ഓരോ തവണ ഇത് പ്രസ് ചെയ്യുമ്പോഴും. ദെൻ നമുക്ക് ഏത് എഫക്ട്സിൽ കിടക്കുമ്പോഴും തിരിച്ച് നമുക്ക് നോർമൽ മോഡിലോട്ട് ആവണമെന്നുണ്ടെങ്കിൽ ഈ 25%, 50%, 100% ഏതെങ്കിലും ഒന്ന് ഞെക്കി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് ആ ഒരു മോഡിലോട്ട്, നോർമൽ മോഡിലോട്ട് ചേഞ്ച് ആവുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് ഇതിൽ തന്നെ ഇത് ഓഫ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ കൂടെ വന്നിട്ടുള്ള ഇതൊരു കോംബോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ റിഫ്ലക്ടർ ഇതിൻ്റെ ബോൺസ് മോഡിൽ കണക്ട് ചെയ്ത് നോക്കാം. ഇതിൻ്റെ റിഫ്ലക്ടറിൻ്റെ ബാക്കിലായിട്ട് ഓരോ ടാബ്സ് വന്നിട്ടുണ്ട് 3 എണ്ണം. അതേപോലെ തന്നെ ഇതിനകത്ത് 3 നോച്ചസും വന്നിട്ടുണ്ട്. അത് ജസ്റ്റ് അലൈൻ ചെയ്ത് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലോക്കാവും. ഇതാണ് അൺലോക്ക് ചെയ്യാനുള്ള ബട്ടണാണ് ഈ ബ്ലൂ കളറിൽ കാണുന്നത്. ഇത് ജസ്റ്റ് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അൺലോക്കായി വരും. ഇങ്ങനെയാണ് ബോൺസ് മൗണ്ട് യൂസ് ചെയ്യേണ്ടത്. ബോൺസ് മൗണ്ടിൽ റിഫ്ലക്റ്റേഴ്സ്, സോഫ്റ്റ് ബോക്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആവശ്യാനുസരണം എന്ത് വേണമെന്നുണ്ടെങ്കിലും കണക്ട് ചെയ്തിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കോംബോ ആയിട്ടാണ് ഈ റിഫ്ലക്ടറും ഈ ലൈറ്റും കൂടെ വരുന്നത്. അപ്പോൾ ഇത് വാങ്ങിക്കാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരപ്രദമാവുമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. നല്ലൊരു ലൈറ്റ് ഔട്ട്പുട്ടും നല്ല നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഞാനിത് 2 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. നമുക്ക് വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്ത്, വീഡിയോ എടുക്കുമ്പോഴും ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ 2 സൈഡിൽ നിന്നും ഇത് യൂസ് ചെയ്യാൻ, അതേപോലെ തന്നെ ബാക്ക് ലൈറ്റ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിത് 2 എണ്ണം ഇപ്പോൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് വാങ്ങിക്കാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇത്രയൊക്കെ ഉള്ളൂ ഇതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോ. സോ ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യുക. നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബർ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. ആൻഡ് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും കമൻസും ഒക്കെ താഴെ കമൻറ്റ് സെക്ഷനിലും അതേപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലും കയറി നമ്മളുമായിട്ട് പങ്കുവയ്ക്കാവുന്നതാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. സീ യു ഗൈസ് ഇൻ അനദർ വീഡിയോ. ടേക്ക് കെയർ. ബൈ ബൈ.